നമുക്കിന്നിവിടെ അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സും പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ആദ്യമായി റിസ്ക് ഫാക്ടേഴ്സ്, അതായത് എന്തുകൊണ്ടൊക്കെ അണ്ഡാശയ ക്യാൻസർ വരുന്നു എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ റിസ്ക് ഫാക്ടർ ഒന്ന് ഏജ് ആണ്. അതായത് പ്രായം കൂടിയ സ്ത്രീകളിലാണ് അണ്ഡാശയ ക്യാൻസർ കൂടുതലായും കാണുന്നത്. 50കളിലും 60കളിലുമുള്ള സ്ത്രീകളിലാണ് അണ്ഡാശയ ക്യാൻസർ കൂടുതലായിട്ടും കാണുന്നത്. പിന്നെയുള്ളത് നമ്മുടെ സ്ത്രീകളിലെ പീരീഡ്സ് ഉണ്ടാകുന്ന ദൈർഘ്യം, അതായത് നമ്മുടെ ജീവിതകാലത്തുണ്ടാകുന്ന പീരീഡ്സിൻ്റെ എണ്ണം. അപ്പോൾ നേരത്തെ പീരീഡ്സ് ആകുന്ന സ്ത്രീകളിലും ലേറ്റായിട്ട് പീരീഡ്സ് നിൽക്കുന്ന സ്ത്രീകളിലും മറ്റു സ്ത്രീകളെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് അണ്ഡാശയ ക്യാൻസറിൻ്റെ എണ്ണം കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെയുള്ളത് പ്രഗ്നൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി അണ്ഡാശയ ക്യാൻസറിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആകാത്ത സ്ത്രീകളിലും വളരെ ലേറ്റായിട്ട് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിലും മറ്റു സ്ത്രീകളെക്കാട്ടിലും അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് ചെറുതായിട്ട് കൂടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുള്ള സ്ത്രീകൾക്ക് 1-2 തരം അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമാണ്, ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ രക്തബന്ധത്തിലുള്ള മറ്റു സ്ത്രീകൾക്ക് അണ്ഡാശയ ക്യാൻസറിൻ്റെയോ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയോ ഒക്കെ റിസ്ക് ഉണ്ടെങ്കിൽ ആ സ്ത്രീക്കും അണ്ഡാശയ ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ, അതായത് ജനിതക വ്യത്യാസമാണ്. ഒരു ബ്രാക്ക എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ മ്യൂട്ടേഷൻ നമ്മുടെ രക്തബന്ധത്തിലുള്ള മറ്റു സ്ത്രീകൾക്കുണ്ടെങ്കിൽ, അത് നമ്മുടെ രക്തത്തിലും ഉണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് അണ്ഡാശയ ക്യാൻസറിൻ്റെയും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും റിസ്ക് വളരെയധികം കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, അതായത് ജീവിത ശൈലി. നമുക്ക് അധികം എക്സസൈസ് ഇല്ലായ്മ, പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ അധികം കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, ഇതുകൊണ്ടെല്ലാം അമിതമായ വണ്ണം ഉണ്ടാവുക, ഇതെല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് അണ്ഡാശയ ക്യാൻസറിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്നൊക്കെ നോക്കാം. അതായത് എന്തൊക്കെയാണ് നമ്മളെ അണ്ഡാശയ ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാണ് പ്രഗ്നൻസി. അപ്പം ഒന്നിൽ കൂടുതലോ കുട്ടികൾ ഉള്ള സ്ത്രീകൾക്ക് ഇല്ലാത്ത സ്ത്രീകളിൽ കാട്ടിലും അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയുള്ളത് മുലയൂട്ടുന്നതാണ്. അപ്പം അധികനാൾ മുലയൂട്ടുന്നത് അണ്ഡാശയ ക്യാൻസർ വരാതിരിക്കാൻ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നതാണ്. പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ 5 വർഷമെങ്കിലും ഗർഭനിരോധന ഗുളികൾ കഴിച്ചിട്ടുള്ള സ്ത്രീകളിൽ 50% അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ശരിക്കും അണ്ഡാശയ ക്യാൻസർ തുടങ്ങുന്നത് നമ്മുടെ അണ്ഡാശയത്തിൻ്റെ അടുത്തുള്ള ഫലോപ്പിയൻ ട്യൂബിൽ നിന്നാണ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്യൂബിലുള്ള സർജറീസ്, ചിലപ്പോൾ നമുക്ക് പ്രസവം നിർത്തുന്ന സർജറി ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്യൂബ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന സർജറി ആകാം. ഇതെല്ലാം ചെയ്യുന്നത് വഴി അണ്ഡാശയ ക്യാൻസറിൻ്റെ റിസ്ക് വളരെയധികം കുറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ഓപ്പർച്യൂണിസ്റ്റിക് സാൽപിൻജെക്ടമി ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രായം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞ സ്ത്രീകൾക്ക് നമ്മുടെ വയറിന് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബും കൂടെ നീക്കം ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പർച്യൂണിസ്റ്റിക് സാൽപിൻജെക്ടമി. ഇത് തന്നെ നമ്മുടെ ബ്രാക്ക മ്യൂട്ടേഷൻ ഉള്ള സ്ത്രീകളിൽ 35 വയസ്സ് കഴിയുമ്പോൾ ഫാമിലി എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ ട്യൂബും ഓവറിയും റിമൂവ് ചെയ്യുന്നതോടെ അണ്ഡാശയ ക്യാൻസറിനുള്ള റിസ്ക് വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. നമസ്കാരം.